മോളെ, എന്റെ പീടിയിലത്തെ പുതിയ സെയിൽസ് ഗേൾ ആയതുകൊണ്ട് പറയുന്നില്ല. നമ്മളെ കടയില് ആൾക്കാർ നല്ല സമീപനായിരിക്കണം. ഞാനേ ചന്തയില് ചാന്ത് കുപ്പിവള ചെറിയ ചെറിയ കച്ചവടം ചെയ്ത ആളാ. ഇന്ന് വലിയൊരു സ്ഥാപനം ഉണ്ടാക്കിയത് എന്താ? നമ്മൾ ആത്മാർത്ഥമാണ്, മറ്റുള്ളവരുള്ള സമീപനം. ആരോഗ്യ അപ്പൊ നമ്മള് ആദ്യപടി എന്തെങ്കിലും വർക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഫ്രീ അല്ല. രാമേന്ദ്രേട്ടൻ ചോദിച്ചിട്ട് 3 എടുക്കും. അതാണ്. ഫാൻസിയിൽ പുതിയ സ്റ്റാഫൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫാൻസിയിൽ പുതിയ സാധനവും വന്നിട്ടുണ്ട്, സ്റ്റാഫും വന്നിട്ടുണ്ട്. ഈ കുട്ടിയാണ് പുതിയ ആള്. എന്താ പേര്? ലക്ഷ്മി. ദൈവത്തിന്റെ ഒക്കെ പേരാ. അതെ, ഈ കളർ നല്ല അല്ലേ? നല്ല കളർ, നല്ല മേച്ച. ഈ മൂക്കുമ്പിലിടുന്ന കമ്മലുണ്ടേനോ ഇവിടെ? ഉണ്ടല്ലോ. പിന്നെ അപ്പൊ ഇങ്ങനെ മൂക്കുമ്പിലിടുന്നത് ഇവിടെ ഇടാലോ. നിങ്ങളതിന് എന്തായാലുണ്ട്? ഇതിന് 20 രൂപ. 20 ഉള്ളു. കോസ്റ്റ്ലി ഇല്ല? എന്ത് കോസ്റ്റ്ലി? കോസ്റ്റ്ലി ഉണ്ട്. കോസ്റ്റ്ലി താഴോട്ടേക്ക് വരുമ്പോ കോസ്റ്റ്ലി ഐറ്റംസ് ആണ്. ഞങ്ങളവിടെയൊക്കെ മുകളിലേക്ക് വരുമ്പോ കോസ്റ്റ്ലി ആവുക. ആണോ? ഇതാണ് ഇതാണ് ഇത് മൂക്കുമ്പിൽ നിട്ടിരാൻ പറ്റുമോ? മറ്റേത് മോളെ ആ വള സീലിന്റെ ഇതേട്ടാ, ഇത് തന്നെ. വീട് എവിടെയാ? വീട് ഇവിടെ. ഞാൻ ചെറുത്തൂര് ഇവിടെ താമസം. ഇവൾക്കാ അതിന്റെ അപ്പുറം. വളരെ കേറില്ല ഒന്നെ. ചേട്ടാ, ഇവിടെ സ്മൂത്തിയോട് കയറി കേട്ടോ. സുഖമില്ലാത്തവരോ 10% ഡിസ്കൗണ്ട് കൊടുക്കാം. പാവം. ഒരുമാതിരി സുഖമില്ലേ പോലെ സാധനം മാണ്ട പോലെ. അതൊന്നുമില്ല, ഒന്നുമില്ല. വള എങ്ങനത്തെ വള ചേച്ചി? റെഡ് വള. ഈ സാരിക്ക് ഉടുക്കാൻ. സാരിക്ക് മാച്ച് ആയത് മതി. റെഡ് കളർ അല്ലേ? ഡാർക്ക് ആണോ ചേച്ചി? ഡാർക്ക് കളറാണോ? ഡാർക്ക് അത്ര വേണ്ട. അല്ല, ഇങ്ങനത്തെ അല്ല ഞാൻ ഉദ്ദേശിക്കണത്. നമ്മൾ ഈ സാരിക്ക് ഇതുണ്ടോ ഒറ്റ വളയിട്ടൊക്കെ ഇടില്ലേ? അതിന്റെ പുതിയൊരു സാധനം. ട്രെൻഡാണ്, പുതിയ സ്റ്റൈൽ ചേച്ചി. ഇത് കണ്ടോ? ട്രെൻഡ് സാധനം അത്രയല്ലേ ഓക്കെ. അടിപൊളിയാണ്. ഓ, ഇങ്ങനെ ടൈറ്റ് ചെയ്യാമല്ലേ? അയ്യോ, ഇഷ്ടത്തിനാക്കാം. ഭംഗി. അപ്പൊ നോക്കിട്ട് വേറെ ഇതിന്റെ വേറെ സിൽവർ ഉണ്ട്. ഇതാണ് കുറച്ചുകൂടി. അതിന്റെ തന്നെ സിൽവർ ഉണ്ട് ചേച്ചി. ഇത് മതി. മതി. രാത്രി കിടക്കുന്നതിന് മുമ്പ് കാവൽ മാലാഖെ പ്രാർത്ഥിച്ചിട്ട് കിടക്കണമെന്ന് പറഞ്ഞാ നീ കേൾക്കുവോ? അല്ല, അതിനെവിടെ സമയം? രാത്രി മുഴുവൻ ഓരോ ദുഷ്ടകഥകൾ വായിച്ചു കിടക്കല്ലേ. പിന്നെങ്ങനെ രാത്രി കിടന്ന് സ്വപ്നം കാണാതിരിക്കും? ഞാനതിന് ഗ്രാൻഡ് പായേ സ്വപ്നം കണ്ടത്. ചുമ്മാതല്ല. എങ്കി ഇതിനപ്പുറവും കാണും. ചെറുപ്രായത്തില് വല്ല ഡോൺ ബോസ്കോയുടെയോ സാവിയോയുടെയോ കഥകൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പകരം സിമെന്റും കമ്പനി നാളെ പോയി എടുക്കാം. കഥകൾ പറഞ്ഞു പഠിപ്പിച്ചു. 2 ദിവസം കഴിഞ്ഞല്ലേ പണി തുടങ്ങുള്ളൂ. പിന്നെന്താ പ്രശ്നം? നിങ്ങളൊരു കാര്യം ചെയ്യാം, പൈസ കിട്ടും, അതാ നല്ലത്. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. രാവിലെ തന്നെ എന്റെ വായിലിരിക്കുന്ന ശരി. സ്കൂളിൽ പോകാൻ വേഗം റെഡിയാവും. അല്ലാതെ പരീക്ഷണം നിരീക്ഷണം എന്ന് പറഞ്ഞു ദൈവമേ, 24 മണിക്കൂറും സീരിയൽ. നിന്റെ ന്യൂസ് എന്ന് വെച്ചേ നിന്റെ സാധനങ്ങൾ ഉപയോഗിച്ച് മതി. ഇതിനകത്തിരുന്ന മണ്ണെണ്ണ ഇതാണ് ഈ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത് മുടങ്ങാതെ കാണാല്ലേ. എന്തെല്ലാം കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. അല്ല, ന്യൂസ് വെച്ചാൽ അതൊക്കെ വല്ലതും മനസ്സിലാവൂ. അത് നാളെ പത്രത്തിൽ വായിച്ചപ്പോ മനസ്സിലാവില്ല. ഓ, ഇൻവെസ്റ്റിഗേഷൻ പോലും. നീ ആ റിമോട്ട് എന്താണ് ഞാൻ അത് കണ്ടോണ്ടിരിക്കല്ലേ? ഇത് നിനക്ക് നാളെയും കണ്ടൂടെ? അപ്പൊ ഇത്ര നേരം സത്യം കാണണ്ടായിരുന്നല്ലോ. എടി, കുറച്ചു നേരം ന്യൂസ് കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ലെന്ന്. എനിക്ക് ന്യൂസ് കാണണ്ട, എനിക്കിപ്പോ ഇതാ കാണണ്ടത്. അപ്പൊ നിനക്ക് പകൽ ഇഷ്ടം പോലെ സമയം ഉണ്ടല്ലോ, ആ നേരത്ത് കണ്ടൂടെ? ഇത് ഇഷ്ടംപോലെ സമയം വെച്ചിട്ട് ഞാൻ അവിടെ വെറുതെ ഇരിക്കണോ? വീട്ടിലെ പണിയൊക്കെ തീർക്കണ്ടേ? വെറുതെ എന്താണെന്നേ. അതങ്ങ് ഞാൻ അപ്പൊ ഇത് കാണാം. കുറച്ചേരം കഴിഞ്ഞിട്ട് അതിലും ന്യൂസ് ഉണ്ടാവും. കുറച്ചേരം കഴിഞ്ഞിട്ട് ന്യൂസ് ഉണ്ടോ? ഇതിപ്പോ ഒരു അരമണിക്കൂർ നേരത്തെ കാര്യമുള്ളൂ. നീ അത് താടിയത് നിനക്ക്. എനിക്കിത് കാണണോ തന്നെ? എനിക്ക് ന്യൂസ് കാണണപ്പോഴോ? വേണ്ട, ന്യൂസ് കാണണ്ട. എനിക്ക് ന്യൂസ് കാണണമെന്ന്. എനിക്കിപ്പോ ഇത് കാണണേ. അത് തിരക്കില്ലല്ലോ.
ഇതിപ്പോ എന്താ അങ്ങനെ സ്വഭാവം? ആ എന്റെ സ്വഭാവം ഇങ്ങനെയാ. അങ്ങനെ സ്വഭാവമായ പറ്റില്ലല്ലോ. ആ പറ്റില്ല, കണക്കായി പോയി. എന്റെ ബോഡിയിൽ തൊടരുത്. നിന്നെ തൊട്ടെന്താ കുഴപ്പം? എന്നെ തൊടണ്ട, അത് തന്നെ. എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ശരീരത്തിൽ തൊടണ്ട. എന്തൊരു മെനക്കെട്ട സ്വഭാവമാണ്. ആ ഇങ്ങനെ തന്നെയാ. സ്കൂളുകളിൽ ഒരുമിച്ച് നടക്കുന്ന എക്സാമിനേഷൻ ആണിത്. എന്നാ നിന്നെ തൊട്ടു. നീ എന്ത് ചെയ്യും? ഒന്നോടെ തൊട്ട്. പഠിച്ചോ എക്സാം ഇനിയും തൊടും. ഇനിയും വേണമെങ്കിൽ തൊടും. അവിടെ മിസ്സുമാരുടെ മുറിയിൽ മിസ്സുമാര് വലിയ ആലോചന. കൂടുതൽ സഹകരണ ബാങ്കുകളിലേക്കും ഉന്നത രാഷ്ട്രീയ നേതാക്കളിലേക്കും രണ്ടാം ഘട്ട അന്വേഷണം നീളും. തൃശൂർ ജില്ലയിലെ 5 സഹകരണ ബാങ്കുകൾ ഇഡിയുടെ അന്വേഷണ പരിധിയിലാണ്. തൃശൂർ സഹകരണ ബാങ്കുകൾക്ക് പിന്നാലെയാണ് ബാങ്കിലേക്കും ഇഡി. ഏറെ നീ അവളെ തൊട്ടൂന്ന് കേട്ടു. കേട്ടത് നേരാ, തൊട്ടു. ഈ നാട്ടിലെ നല്ല തറവാട്ടി പറഞ്ഞ ഡോക്ടർമാരുടെയും എഞ്ചിനീയർമാരുടെയൊക്കെ ആലോചന വന്നിട്ടും എൻ്റെ അച്ഛൻ, അതായത് അവളുടെ അപ്പൂപ്പൻ, ആ മനുഷ്യന്റെ ഒറ്റ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് നിനക്ക് 100 പവനും നീ പറഞ്ഞ കാറും 10 ലക്ഷം രൂപയും തന്നിട്ട് വളരെ ആർഭാടമായിട്ട് ഞാൻ ഈ കല്യാണം നടത്തി തന്ന. അങ്ങനെയുള്ള എൻ്റെ മോളെ നീ തൊടും അല്ലേടാ? തൊട്ടെന്ന് പറഞ്ഞില്ലേ? അവളുടെ അനുവാദം കൂടാതെ തൊടണത് മര്യാദ ഇല്ലെന്നറിയാൻ പാടില്ല അളിയന്. 4 വർഷമായില്ലോ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഇതുവരെ ഇല്ലാത്തൊരു കംപ്ലൈന്റ് ഇപ്പൊ എന്താ വരാൻ? 4 വർഷമായിട്ട് അവള് സഹിക്കായിരുന്നു അളിയന്റെ അച്ഛ. ഞങ്ങളോട് അവള് പറയാതെ ഒതുങ്ങായിരുന്നില്ലേ? എന്റെ അളിയ, അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ പറയണമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു എഗ്രിമെന്റ് വെക്കണം, അവളുടെ അനുവാദം ഇല്ലാതെ അവളെ തുടരുതെന്ന് പറഞ്ഞിട്ട്. അതെന്താ നിങ്ങൾ വെക്കാതിരുന്നത്? അങ്ങനെ ഒരു എഗ്രിമെന്റിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഒരു പൊതു നിയമമുണ്ട്. ഒരു സ്ത്രീയുടെ ദേഹത്ത് ഒരു പുരുഷൻ തൊടണമെങ്കിൽ അവളുടെ അനുവാദം വേണം. എന്താ മന്മത നീ പറയണത്? നീ നിന്റെ കമലാക്ഷിനെ സമ്മാനം ചോദിച്ചിട്ടാണോ തൊടാറ്? സുഗത, ഇപ്പൊ കമലാക്ഷിയുടെ പ്രശ്നം തീർക്കാനല്ല ഇവിടെ വന്നേക്കണേ, എന്റെ മോളുടെ പ്രശ്നം തീർക്കാൻ. അത് പറയും. അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായല്ലോ. ഇതിനിടയ്ക്ക് പല പ്രാവശ്യം ഞാൻ അവളെ തൊട്ടിട്ടില്ലേ? ഇത് മുഴുവൻ അവളുടെ സമ്മതം ചോദിച്ചിട്ടാണോ? അവള് പറയട്ടെ. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ എന്നെ തൊടരുത് എന്ന്. അപ്പൊ മനഃപൂർവ്വമല്ലേ നിങ്ങള്? ഞാൻ എങ്ങനെ നിന്നെ തൊട്ടതെന്ന്? എന്തിനാ എന്നെ തൊട്ടേന്ന്? എങ്ങനെ തൊട്ടാലും അവളെ അനുവാദം ഇല്ലാതെ നീ തൊട്ട എന്തിനാ? എന്താടാ നീയൊന്നും ഉണ്ടായി നിൽക്കണേ? ഞാനിപ്പം വേണ്ടിട്ടെന്താ കാര്യം? ഞാൻ അന്ന് ഈ ആലോചന വന്നപ്പോഴേ പറഞ്ഞത് ഇത് നമുക്ക് പറ്റിയതല്ലെന്ന്. ആ പറ്റിയതല്ലെങ്കിൽ വേണ്ട, അത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ എന്തും വന്നിട്ട് എന്റെ ഭാര്യനെ ഞാനൊന്ന് തൊട്ടോട്ടെ എന്ന് ചോദിക്കാൻ ഒരു ഭാര്യയുള്ള ഭർത്താവനല്ല അവൻ. അങ്ങനെ ഒരു ഭാര്യ ഇവിടെ വേണ്ട. നിങ്ങൾ അവളെ കൊണ്ട് പൊക്കോ. അച്ചടക്കത്തിൽ വളർത്തിയ പിള്ളേരെ തുടരണമെങ്കിൽ അങ്ങനെയൊക്കെ ചില മര്യാദകൾ. ഭർത്താവ് ഭാര്യ തൊടണമെങ്കിലോ? എടോ, അങ്ങനെ സമ്മതിക്കുന്നത് നിങ്ങൾ അറിയിക്കോന്ന്. അതെ, ആരാണ് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത്? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് ഞാൻ എന്റെ മോക്ക് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച് വെച്ചു കൊടുത്ത വീടായത്. അതെ, നീ നിന്റെ മകൾക്ക് വീട് വെക്കാൻ കാശ് കൊടുത്തു. ഞാൻ എന്റെ മകനെ കൊടുത്ത സ്ഥലത്താ ഈ വീട് വെച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഞങ്ങൾ എന്തിനു ഇവിടുന്ന് പോകണം? വീട് പുറക്കി കൊണ്ട് പോകാത്ത സ്ഥലം ഞങ്ങളുടെ. ഇറങ്ങണേന്ന് നമുക്കൊന്ന് കാണാലോ. ഞങ്ങൾക്കും താല്പര്യം ഉണ്ടായില്ല അളിയന് കെട്ടിച്ചു തരാൻ. എന്റെ അപ്പൂപ്പന് ഒറ്റൊരുത്തം കാരണമാണ് നിങ്ങക്ക് കെട്ടിച്ചു തന്നത്. അതെ, ഞാൻ എന്റെ അച്ഛനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അച്ഛൻ നാളെ ഇവിടെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് രണ്ടിലൊന്ന് തീരുമാനിക്കാം. നാളെ തന്നെ തീരുമാനിക്കണം. നാളെ എപ്പോ തീരുമാനിച്ചു? ഇവള് ഇവിടെ നിന്ന് ഇറങ്ങൂല. അങ്ങനെ രണ്ടുപേരും ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കണ്ട. അത് നിങ്ങൾ നാളെ അറിയണം. നാളെ അറിയണം.
അവൻ എൻ്റെ മോളെ തൊടാൻ വന്നിരിക്കുന്നു, ഒരു പണിത്താവ്. ആ ഇതാ വീട്. ഇറങ്ങി. അല്ല ഇതൊക്കെ ഇതെന്താ ഇവിടെ? ഇറങ്ങി. നമുക്ക് മറ്റേ റിപ്പോർട്ട് ചെയ്യണ്ടേ? ഏത്? നാട്ടിൽ കടുവ ഇറങ്ങിയേ. കടുവയൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനെക്കാട്ടും വലിയ എക്സ്ക്ലൂസീവ് ആണ് ഇത്. ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ്, അവിഹിതാണ്. ആ ഇതിനാണ് നമുക്ക് ആളെ കിട്ടുക, പ്രേക്ഷകർ ഇതിനാണ് കൂടുക. ഈ ക്യാമറ എടുത്തിട്ട് ബൈക്ക് കൊണ്ട ഇവിടെ ആരും ഇല്ല, വേഗം എടുത്തോ. ആരും കാണുന്നില്ലല്ലോ. ആരും വേണ്ട, ഒരു ഉള്ളിൽ ചർച്ചയില്ല. ഞാൻ പറഞ്ഞോളാം. എന്താ പ്രശ്നം? എന്താ ഇത്? അവിഹിതടാ. ഭാര്യന്റെ സമ്മതം ഇല്ലാണ്ട് ഭർത്താവ് ഭാര്യനെ തൊട്ടു എന്നുള്ളതാണ് സംഭവം. തൊടാൻ പാടില്ല, അങ്ങനെ നിയമമുണ്ട് ഇപ്പോ. അങ്ങനെ തൊടാൻ പാടില്ല. സ്വന്തം ഭാര്യയാണെങ്കിൽ തൊടാൻ പാടില്ല. അതിന്റെ പേരിലെ പാടില്ല ലഹളം നടക്കണം. നീ എടുത്തോ, ബാക്കി കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഓക്കെ അല്ലേ? നമസ്കാരം. വളരെ എക്സ്ക്ലൂസീവായ ഒരു ന്യൂസുമായിട്ടാണ് ഫിഷ് ടി വി ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉട്ടോപ്യ കടവിലാണ്. ഉട്ടോപ്യ കടവിൽ സത്യശീലന്റെ വീട് നിങ്ങൾക്ക് പുറകിൽ കാണാൻ സാധിക്കും. സത്യശീലൻ എന്നൊരു വ്യക്തിയുടെ വീടാണിത്. ഈ വീട്ടിൽ നിന്ന് നടന്ന സംഭവം ഇത്രമാത്രമാണ്. തന്റെ അനുവാദമില്ലാതെ ഭർത്താവ് ഭാര്യയുടെ ശരീരത്തിൽ കൈവച്ചു, തൊട്ടു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ഭർത്താവിന്റെ പേര് സത്യശീലൻ എന്നാണ്, ഭാര്യയുടെ പേര് മണ്ടോദരി എന്നാണ്. വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഈ ഭാര്യ ഭർത്താക്കന്മാർ ഇപ്പോൾ വളരെ ശത്രുതയിലാണ്. ബന്ധുക്കൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു തൊടൽ വലിയ ചർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഡൈവേഴ്സിലേക്ക് എത്തുമോ മറ്റെന്താവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ക്യാമറാമാൻ സ്വരൂപിനോടൊപ്പം മൊയ്തു. ചേട്ടാ ചെറിയ കോമഡി സെന്റ്. അതല്ല കോമഡി അല്ല, കുറച്ച് സീരിയസ് ആയിട്ടുള്ള പ്രശ്നം. അതില്ല നമ്മളായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം. ചേട്ടാ ഇത് നോക്കി, ഈ ചേച്ചീനെ കണ്ടാ? ഈ ചേച്ചിയില്ലേ, ഈ ചേച്ചിയുടെ അനുവാദം ഇല്ലാണ്ട് ഈ ചേച്ചിയുടെ ഭർത്താവ് ഈ ചേച്ചിനെ തൊട്ട്. അതിനാണ് ഇവരെ കിടന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ എന്ത് വേണം? ഈ ചേച്ചി ഇതെവിടെയും കണ്ടു പരിചയമുണ്ടോ? ഈ ചേച്ചീനെ കണ്ടിട്ടുണ്ടല്ലോ. ഈ ചേച്ചിയാണ് കുറച്ചു ദിവസം മുമ്പ് ഈ കടയിൽ വന്നത്. അപ്പൊ ചേട്ടൻ ഈ ചേച്ചിക്ക് വളയിട്ട് കൊടുത്തില്ലേ കയ്യില്? കൊടുത്തല്ലോ. വളയിട്ട് കൊടുത്തപ്പോ തൊട്ടില്ലേ? കഴിഞ്ഞ 2 ദിവസമായി ഉട്ടോപ്യക്കടവിലെ ചർച്ചാ വിഷയം സ്വന്തം ഭാര്യയെ അനുവാദമില്ലാതെ ഒരു ഭർത്താവ് സ്പർശിച്ചു, തൊട്ടു എന്നുള്ളതാണ്. ഇതുവരെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. 2ാം ദിവസത്തിലേക്ക് പ്രശ്നം എത്തിയിരിക്കുകയാണ്. ചർച്ചകൾ നിരവധി നടക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ നടക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് നമ്മുടെ നാട്ടുകാർക്ക് പലതും പറയാനുണ്ട്. അവരിലേക്ക് നമുക്ക് പോവാം, അവരോട് ആരായാം. പറയൂ, ഈ ഒരു വിഷയത്തെ കുറിച്ച് ഒരു നാട്ടുകാരൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സ്ത്രീകള് അമ്മയാണ് പെങ്ങളാണെന്നൊക്കെ പറയുമ്പോഴും ഈ 2023 സ്ത്രീകളുടെ മോശാവസ്ഥയെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു എന്നുള്ള. അതെ. ഈ 2023 ഒരു സ്ത്രീയുടെ മോശാവസ്ഥയെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു എന്ന് ഈ ചെറുപ്പക്കാരൻ പറയുന്നു. ബാക്കി പറയൂ. നമ്മളിപ്പോ തുല്യതയുടെ കാര്യം പറയുന്നുണ്ട്. എവിടെയാണ് ശരിക്കും സത്യത്തിൽ ഈ തുല്യതയുള്ളത്? നമ്മളിപ്പോ പുരുഷന്മാർ ധരിക്കുന്ന രൂപത്തിൽ ഒരു ഡ്രസ്സ് ധരിച്ച് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എത്രയായിരം കണ്ണുകളാണ് അവരുടെ മേലെ നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു 4 മിനിറ്റ് അവരെ മോശമായ രീതിയിൽ നോക്കുന്നത് തന്നെ അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച്, പീഡനങ്ങളെ-കുറിച്ച് നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടോ? വളരെ സന്തോഷം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എന്താ താങ്കളുടെ പേര്? എന്റെ പേര് ബേബി. ബേബി പറയൂ. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ശക്തി നിമിത്തം ഓരോ സമയങ്ങളിലും സമുദ്രനിരപ്പ് ഉയരുന്നു. ഇതാണ് വേലിയേറ്റം. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാല് പണ്ട് കവികൾ എഴുതിയിട്ടുണ്ട്. എന്താണ്, പെണ്ണായി പിറന്ന ഉദയഭാനുവിന്റെ പഴയൊരു പാട്ടുണ്ട്. അമ്മയെ കാണാൻ പടത്തിൽ പെണ്ണായി പിറന്നെങ്കിൽ മണ്ണായി തീരുവോളം കണ്ണീര് കുടിക്കാനോ അന്ന് എഴുതി വെച്ച സംഭവങ്ങളാണ്. പിന്നെ കടലിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളെ പേരല്ലേ കടലെ, അതായത് കടൽ അമ്മ. പുഴകളെ പറ്റി പോയത് ഗംഗ, യമുന, സരസ്വതി. കടൽ അച്ഛൻ നിങ്ങൾ കേട്ടിക്കണം. അത്രത്തോളം നമ്മൾ സ്ത്രീകളെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് അങ്ങനത്തെ പേരിടുന്നത്. അപ്പൊ താങ്കൾ ആരോടൊപ്പമാണ്? ഞാൻ മണ്ടോദരിയോടൊപ്പമാണ്. താങ്കൾ മണ്ടോദരിയോട്. കണ്ടോ, എല്ലാവരും ഒരുവിധം ആളുകൾ മുഴുവൻ സ്ത്രീപക്ഷത്താണ് നിൽക്കുന്നത്. കൊടുമ്പിരി കൊണ്ടൊരു ചർച്ച ഇന്ന് സത്യശീലന്റെ വീട്ടിൽ വെച്ച് നടക്കുന്നുണ്ട്. ഈ ചർച്ചയിൽ സത്യശീലന്റെ വീട്ടുകാരും മണ്ടോദരിയുടെ വീട്ടുകാരും പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മണ്ടോദരിയുടെ അച്ഛന്റെ അച്ഛൻ, നല്ല പ്രായമുള്ള ഒരു വ്യക്തി, ഇദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, മിസ്റ്റർ രാഘവൻ. അദ്ദേഹവും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായി തീരുമെന്ന് നമുക്ക് കാത്തിരിക്കാം.
അപ്പോഴേ ഇവിടെ ഉണ്ടായത് മണ്ടോതിരി TV കാണുമായിരുന്നു. അവള് സീരിയൽ സ്ഥിരം കാണുന്നു. അത് കണ്ടോണ്ടിരിക്കുമ്പോ അവളെ ഭർത്താവ് സത്യശീലൻ ന്യൂസ് കാണണമെന്ന് പറഞ്ഞിട്ട് റിമോട്ട് പിടിച്ചു വാങ്ങി. അങ്ങനെ രണ്ടാളും കശവിശയായി. എനിക്ക് സീരിയൽ കാണണമെന്ന് മണ്ടോതിരിയും പറഞ്ഞു, എനിക്ക് ന്യൂസ് കാണണമെന്ന് സത്യശീലൻ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വരിയായി. പിടിച്ചിട്ടില്ല, തൊട്ടു. തൊട്ടു. അതിന് ഞാൻ പറയുന്നത് സത്യശീലൻ മാപ്പ് പറയാം. ഇതാ എനിക്ക് പറയാൻ. അത് ന്യായം അല്ല. എന്തല്ല അച്ഛൻ പറഞ്ഞല്ലോ കാര്യങ്ങള്. അതെ മുത്തച്ഛ, ഞാൻ എങ്ങനെയാണ് മണ്ടോദരിയെ തൊട്ട് എന്നുള്ളത് മണ്ടോദരിക്കും അറിയാം, എനിക്കും അറിയാം. ഇനി മണ്ടോദരിക്ക്, അതായത് എന്റെ ഭാര്യയ്ക്ക് അത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ചൊരു മാപ്പ് പറയാൻ തയ്യാറാണ്. നിന്റെ ഔദാര്യം വേണ്ട. നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് തോന്നണമെങ്കിൽ നീ മാപ്പ് പറഞ്ഞാൽ മതി. ഞാൻ ചെയ്തത് തെറ്റല്ല. അവൻ ചെയ്തത് ശരിയാണ്. അവൾക്ക് തെറ്റായി തോന്നിയെങ്കിൽ അവൾക്ക് വേണ്ടിട്ട് മാപ്പ് ആ മാപ്പ് കൂടെ വേണ്ട, ആ മാപ്പേ പറയും. ആ കോപ്പും കൂടെ വേണ്ട. നമുക്ക് കോടതി പോവാം. ഒരു തീരുമാനം ഉണ്ടാക്കാൻ നമുക്ക് കോടതിയിൽ പോവാം. കോടതി കേസ് കൊടുക്കും. ഞാൻ എന്തൊക്കെ നിനക്ക് തന്നിട്ടുണ്ടോ, എത്ര പാന്റ് ഷർട്ട് അവന് മേടിച്ചു കൊടുത്ത് അതെല്ലാം കണക്കെഴുതി വെച്ച മോളെ, പിന്നെ എന്തൊക്കെ അവന് കൊടുത്തോ അതെല്ലാം നമുക്ക് തിരിച്ചു മേടിക്കണം. 100 പവൻ, 10 ലക്ഷം രൂപ, ഒരു കാറ്, പിന്നെ കല്യാണം. ആര് പോയി നോക്കണേ. പിന്നെ കല്യാണ ചെലവ്. അങ്ങനെ ചെലവാക്കി ഞാൻ മുഴുവൻ കണക്ക് എന്റെ ഞാൻ ഉണ്ണി. അതിന് ഒന്നുമില്ല. അതെ, ഈ പ്രശ്നങ്ങൾ നടക്കുന്ന മണ്ടോതിന്റെ വീടല്ലേ ഇത്? ഞാൻ വീഡിയോ കണ്ടു. ഇവിടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഞങ്ങൾക്ക് അറിയാം. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. നിങ്ങൾ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇല്ല, വെറുതെ വിഷയം ഉണ്ടാക്കിയത് പോയെ. ഞാനേ മാപ്പ് പറയാൻ വന്നതാണ്. എന്തിന്? മണ്ടോതിരെ ഞാനൊന്നും തൊട്ടു. ഇവിടെ സ്വന്തം ഭർത്താവൊന്നും തൊട്ടതിന്റെ പേരിലാണ് ഇവിടെ ഈ കശപിശ നടക്കണ. ഇതിടക്ക് നീ എന്റെ പെങ്ങളെ തൊട്ടിട്ട് വീട്ടിൽ വന്ന് മാപ്പ് പറയാൻ വന്നേടാ. എന്താണ് നീ ചെയ്തത്? ഞാനേ ഒരു ഫാൻസി കട ജീവനക്കാരനാണ്. ഞാൻ ഓള് വളയിടാൻ കൈ തന്നപ്പോ ഞാൻ അറിയാണ്ട് ഇങ്ങനെ ഇട്ടു കൊടുത്തു. അത്രേ ചെയ്തിട്ടു. അതാണോ? ഈ ഫാൻസി കട നടത്തിക്കോ. അങ്ങനെ തൊടാനൊന്നും പാടില്ല. നീ അവിടെ ഒരു പെണ്ണിനെ വെച്ചിട്ട് ആ പെങ്കൊച്ചിനെ കൊണ്ട് വളയിടിച്ചു കൊടുത്താൽ മതി. മേലാല് നീ ഏതെങ്കിലും പെണ്ണിനെ തൊട്ടെന്നറിഞ്ഞ പോയിക്കോ. ഞാനേ തമ്പാൻ ക്ലബിന്റെ പുരുഷനുള്ള അവാർഡ് മേടിച്ച ഒരാളാ എന്റെ നാട്ടിൽ. നീ പോയേ ശരി. ഇവിടെ നിക്കണ്ട, അവരൊക്കെ വന്ന ആകെ പ്രശ്നമാവും. ഒരു കുഴപ്പമില്ല, ഞാൻ ആരോടും പറയണ്ട. വേണ്ട, പൊയ്ക്കോ.